പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഭിഷേകം തന്നെ എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായി ദൈവവചനം അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായത്തിൽ സ്തെഫാനോസ് എന്ന വിളിക്കപ്പെട്ട ദൈവമനുഷ്യനിലൂടെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അരുളിപ്പാട് നമുക്ക് കാണാൻ കഴിയും. ഈ അരുളിപ്പാട് എന്താണ്? പഴയ നിയമ പുസ്തകത്തിൽ ആദിപിതാവായ അബ്രാഹാമിനെ കുറിച്ച് സ്തെഫാനോസ് പറയുന്ന പ്രസംഗമാണ് നമുക്ക് കേൾക്കാൻ ഇടവരുന്നത്. അബ്രാഹാമിനെ ദൈവം എവിടെ നിന്നാണ് വിളിക്കുന്നത്? അബ്രാഹാം എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? ബൈബിളിലെ വചനം നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പിൻ, നമ്മുടെ പിതാവായ അബ്രാഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസൊപ്പൊട്ടാമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. തേജോമയനായ ദൈവം അവൻ എവിടുന്നാ പ്രത്യക്ഷനാകുന്നത്? അവൻ മെസൊപ്പൊട്ടാമിയയിൽ ഇരിക്കുമ്പോൾ അവിടുന്ന് ദൈവം പ്രത്യക്ഷനാകുന്നു. ആ പ്രത്യക്ഷത, ദൈവത്തിന്റെ ശബ്ദം അവന് കേൾക്കാൻ, ദൈവത്തിന്റെ ആ വലിയ ദൈവിക തേജസ് അവന് അനുഭവിക്കാൻ ഇടവന്നു. എന്നിട്ട് അബ്രാഹാമിനോട് ദൈവം പറയുകയാണ്, ഇതാ ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ ഒരു മടിയും കൂടാതെ നീ ഇവിടെ നിന്ന് കടന്നു പോകാൻ പറയുമ്പോൾ അബ്രാഹാം കർത്താവിനെ അനുസരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തെഫാനോസ് പറയുകയാണ്, പ്രിയമുള്ളവരെ, ഈ അബ്രാഹാം അനുസരണയുള്ള ഒരു ദൈവത്തിന്റെ മകനായി, വിശ്വാസികളുടെ പിതാവായി നമുക്ക് മുമ്പിൽ കടന്നു വരാൻ ഇടവന്നത്, ദൈവമായ കർത്താവ് പറയുന്നത് അതേപടി തന്റെ ജീവിതത്തിൽ പകർത്തുവാൻ ദൈവം അവന് കൊടുത്ത കൃപ ഒട്ടും ചോർന്നു പോകാത്ത വണ്ണം അതിനെ കർത്താവിന്റെ ആ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഇവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ കൽദായരുടെ ദേശം വിട്ട് ഹാരാനിൽ വന്ന് പാർത്തു. അവന്റെ അപ്പം മരിച്ച ശേഷം ദൈവം അവനെ അവിടെ നിന്ന് നിങ്ങൾ ഇപ്പോൾ പാർക്കുന്ന ദേശത്ത് കൊണ്ടുവന്ന് പാർപ്പിച്ചു. കർത്താവ് കണ്ടോ, കർത്താവ് പറഞ്ഞതുപോലെ മാറ്റം വരുത്താത്ത ദൈവമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവൻ എവിടെ പാർക്കണമോ അവനെ അവിടെ കൊണ്ടേ പാർപ്പിക്കുവാൻ ദൈവം ഇടയാക്കും. ദൈവം വിളിച്ച് വേർതിരിച്ച ഒരു ദൈവ വൈദ്യന്റെ ശുശ്രൂഷയുണ്ട് ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞാൽ ദൈവം അവിടെ കൊണ്ടുപോകാൻ ദൈവം ഇടയാക്കും. ദൈവം പറയുന്നിടത്തേക്ക് ദൈവം നമ്മളെ കൊണ്ടുചെന്നെത്തിക്കും. നമ്മൾ പറയുന്നിടത്ത് പോകാനല്ല ദൈവം നമ്മെ വിളിച്ചത്, കർത്താവ് പറയുന്നിടത്തേക്ക് പോകാനാണ് വിളിച്ചത്. അബ്രാഹാം വിശ്വാസികളുടെ പിതാവായത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ദൈവം പറയുന്നതിന് മാറ്റം വരാത്ത വണ്ണം അതിനെ അനുസരിക്കുവാൻ അബ്രാഹാം ഇടയായെങ്കിൽ ആ അബ്രാഹത്തിന്റെ ജീവിതം കർത്താവിന് വേണ്ടി തന്റെ ജീവനെ ഉരിഞ്ഞു കൊടുക്കാൻ ഇടവന്നു. ആറ്റുനോറ്റുണ്ടായ മകനെ 25 വർഷക്കാലം അബ്രാഹാമിന് സാറായിക്കും കൂടെ ഉണ്ടായ കുഞ്ഞിനെ യാഗം കഴിക്കുവാൻ പറഞ്ഞപ്പോൾ മടിയില്ലാതെ കർത്താവിന് വേണ്ടി കൊണ്ടുപോകാനും യാഗം കഴിക്കുവാനും അതിന് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ അബ്രാഹാം തയ്യാറായെങ്കിൽ, യാഗം കഴിക്കുന്നതിന് മുമ്പെയാണ് ദൈവം അബ്രാഹാമിന്റെ വിശ്വാസത്തെ ശോധന ചെയ്തു അതിൽ വിജയിച്ചത് കണ്ടത്. പ്രിയമുള്ളവരെ, ഇതുപോലെ വിളിക്കപ്പെട്ട ദൈവമകന്റെ വിശ്വാസം ചിലപ്പോഴൊക്കെ ശോധന ചെയ്യപ്പെടും. ശോധന ചെയ്യപ്പെടുമ്പോൾ നമ്മൾ തള്ളപ്പെട്ടു പോകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. വിശ്വാസികളുടെ പിതാവായ അബ്രാഹാം തന്റെ വിശ്വാസത്തിന് ഏത് സാഹചര്യ പ്രതികൂലങ്ങൾ വന്നപ്പോഴും അതിൽ പിടിച്ചു നിൽക്കുവാൻ ദൈവം ഇടയാക്കിയെങ്കിൽ, ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് കർത്താവ് പറയുന്നത്, നിന്നെ വിളിച്ചപ്പോൾ, നിന്നെ കർത്താവായ യേശുവിന്റെ ആ കൃപയിലേക്ക് വിളിച്ചപ്പോൾ വീട്ടുകാരെന്നെ എതിർക്കും, ഭാര്യ എന്നെ എതിർക്കും, മക്കൾ എന്നെ എതിർക്കും, കുടുംബത്തിലുള്ളവർ എതിർക്കും എന്ന് പറഞ്ഞ് നമ്മൾ കർത്താവിന്റെ നാമത്തെ ഉറച്ചു നിൽക്കാൻ കഴിയാതെ പിൻവാങ്ങിപ്പോകാൻ ഇടവന്നിട്ടുണ്ടോ? കർത്താവ് പറയാണ്, ഞാൻ വിളിച്ചെങ്കിൽ ഞാൻ തരുന്ന ദേശം, ഞാൻ തരുന്ന ഇടം, ഞാൻ പറയുന്നത് പോലെ നീ ചെയ്തോണം. വിളിക്കപ്പെട്ടവരെല്ലാരും അങ്ങനെയാ ചെയ്തത്. അബ്രാഹാം അങ്ങനെ ചെയ്തെങ്കിൽ മോശയെ ദൈവം വിളിച്ചത് കണ്ടോ, അന്ന്
ഇസ്രായേൽ മക്കളുടെ ആൺകുഞ്ഞുങ്ങളെ മുഴുവനും യാഗം കഴിപ്പിക്കുന്ന ആ കാലഘട്ടത്തിന്റെ നടുവിൽ മോശയെ മാത്രം ദൈവത്തിന് വേണ്ടി വേർതിരിച്ചെടുത്തെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മളെ ഈ ലോകത്തിൽ നിന്ന് തള്ളിക്കളയുവാനോ അല്ലെങ്കിൽ നമ്മളെ വേണ്ട എന്ന് പറയുന്നവരുടെ നടുവിൽ വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മളാണെങ്കിൽ ദൈവം നോക്കിക്കൊള്ളും. ഈ വചന സന്ദേശം നിങ്ങൾ ഓർക്കണം. നിങ്ങൾക്ക് വേണ്ടിയാ കർത്താവ് പറയുന്നത്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ അപ്പച്ച, ഈ വചനം വിളിയുടെയും ആ വലിയ ദൈവിക അഭിഷേകത്തിന്റെയും മധ്യേ നിൽക്കുമ്പോ ഞാൻ എന്റെ ശുശ്രൂഷയിൽ എന്റെ കർത്താവിന് മഹത്വമുള്ള വിധത്തിൽ അവന്റെ വാഗ്ദത്തത്തെ പ്രാപിച്ചാണോ കടന്നു പോകുന്നതെന്ന് തിരിച്ചറിയുവാൻ ഇന്ന് നീ ഇടയാക്കണം. ഈ വചന സന്ദേശത്തിന്റെ മഹത്വവും കൃപയും എന്റെ ജീവിതത്തിൽ കടന്നു വരാൻ കർത്താവ് ഇടയാക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.